നമുക്കിന്നൊരു വാളക്കറി ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി വെച്ച് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇഞ്ചി ഒരു കഷ്ണം, ഒരു 3 പച്ചമുളക് കീറിയിട്ടതും കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 10-25 ചുവന്നുള്ളിയും 10-15 വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരട്ടെ. ആ വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുത്ത്, ചുവന്നുള്ളി തന്നെ ഇടണം കേട്ടോ. ഇല്ലേ, സവോളയ്ക്ക് അല്ല ചുവന്നുള്ളി ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ഇട്ട് നന്നായി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2-3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ്. നല്ല വലിപ്പമുള്ള തക്കാളി ഇല്ലെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി. അത് നന്നായി വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ 1 മിനിറ്റ് നമുക്ക് മൂടിയിട്ടിട്ട് ഒന്ന് വഴന്ന് വരുന്ന വരെ മൂടിയിട്ട് നമുക്ക് എളുപ്പത്തിലാക്കണം. അപ്പോൾ അത് വഴന്ന് വരട്ടെ. ഇങ്ങനെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പാൽ പിഴിഞ്ഞാണ് നമ്മൾ സാധാരണ ഇവിടെ വാളക്കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മൊരിയേണ്ട നാളികേരം, ഒരു പകുതി മൊരിച്ചിലാക്കുക. അപ്പോൾ ഒരു അരമുറി നാളികേരൻ്റെ അത് നമ്മൾ ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. നമ്മളിപ്പം സാമ്പാറിലേക്കൊക്കെ വറുത്തെടുക്കണ പോലെ നന്നായി മൊരിഞ്ഞ് ചുവന്ന കളറാവൊന്നും വേണ്ട. ആ കളറൊന്നും മാറണ്ട. പക്ഷെ എന്നാലും അത്യാവശ്യം ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ഡ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ എല്ലാതും കൂടി നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വറവാവട്ടെ. വറവെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് നമ്മൾ ഇത് മാറ്റി വയ്ക്കുക, തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ മാങ്ങിയിട്ടിട്ടാണ് വാളക്കറി ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ വലിപ്പമുണ്ട് മാങ്ങ. അതുകൊണ്ട് ഞാൻ 1 കിലോ വാളയ്ക്ക് ഒരു മാങ്ങ തന്നെ ഇടുന്നുള്ളൂ. അതിന് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാനിപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ സവോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വഴറ്റാനായിട്ട്. അധികം സവോള ഇടണ്ട. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വാളക്കറിക്ക് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ പാല് പിഴിഞ്ഞാണ് വാള ഒക്കെ കറി വയ്ക്കുക. അപ്പോൾ ഒരു ചെറിയ സവോള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്, ധാരാളം ഉള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ചെറിയ സവോള, അല്ലെങ്കിൽ വലിയ സവോളയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. മറ്റേ ഞാൻ തണുക്കാൻ വെച്ചിട്ടുള്ളത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ പൊടികളെന്ന് പറയാനായിട്ട് ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഞാൻ എടുക്കണുള്ള, ഒരു 2.5 സ്പൂണ് മുളക് പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുക്കുന്നുണ്ട്. അതല്ലാതെ മുട്ടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഒരു സ്വല്പം ഉലുവപ്പൊടിയും സ്വല്പം പെരുംജീരകവും. കുരുമുളകൊന്നും ഞാൻ ചേർക്കണില്ല. അത്യാവശ്യം മുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്, 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പൂണിൻ്റെ പകുതി വീതമാണ് ഞാൻ പെരുംജീരകവും അതുപോലെ ഉലുവപ്പൊടി ഇട്ട്. ഉലുവയുടെ ഇത് അളവൊന്നും കൂടരുത്,
കറി കയ്പ്പുണ്ടാവും. അപ്പോൾ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നല്ല നൈസായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കുറുതായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് പാകമാക്കി കറി മീനൊക്കെ വേവാൻ പാകത്തിന് വെള്ളം വേണമല്ലോ. അപ്പോൾ അതെടുക്കാം. ഞാൻ കറിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആ മുളക് കരിയണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഓഫാക്കിയിട്ടൊക്കെ ആയിരുന്നു. അത് വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാൻ പറഞ്ഞല്ലോ, ഒരു അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങയാണ്. അത് നല്ല പുളിയുണ്ട്. അപ്പോൾ പിന്നെ വേറെ മാങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ തക്കാളി ഞാൻ 2-3 ഇട്ടിട്ടുണ്ട് അരച്ചെടുത്ത്. ഒക്കെ കൂടി ആകുമ്പോൾ പുളി പാകത്തിനാവും. ഒന്ന് ജസ്റ്റ് തിളച്ചോട്ടെ, വേവാനല്ല കേട്ടോ. മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. വാളയാണ് മീൻ, 1 കിലോനോളം ഉണ്ട്. ചട്ടി സ്വല്പം ചെറുതായി പോയി എൻ്റെ. കഴിഞ്ഞ മീൻ. അപ്പോൾ ഒരു വിധത്തിലിത് ചട്ടി തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇത് വേറൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, ചെറിയ ചട്ടി. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചെറുള്ളി ഇട്ട് കൊടുക്കാണ്. ആ ചെറുള്ളി മുരിഞ്ഞ് വരട്ടെ. നമ്മുടെ കറി പാകത്തിനായി വന്നിട്ടുണ്ട്. ഉപ്പും ഒക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നല്ല കുറുതായ കറിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു താളിപ്പ് ശരിയാക്കി കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാനെങ്ങനെ പറയുക, അതുപോലെ ടേസ്റ്റായിട്ടുണ്ട് കറി. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല കുറുതായ കറിയാണ്. ഇങ്ങനൊരു കറി കൂട്ടി നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനവിടെ മീൻ വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വറുത്ത് ഇന്നത്തെ ഊണ് കുശാലാക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാവും. ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് മൊരിച്ച് നമുക്ക് മീനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ച് വയ്ക്കണം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇങ്ങനെ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിയോളൂ. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എനിക്കിപ്പോൾ പാല് പിഴിഞ്ഞ് വെക്കുന്നതിലും ഇഷ്ടമായത് ഈ കറിയാണ്. അല്ല, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും മുരിഞ്ഞോട്ടെ. നമുക്ക് ആ സമയത്ത് മീനിലേക്ക് കുറച്ച് മല്ലിയില, അതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനെല്ലാ കറിയിലും കുറച്ച് ഇലകളൊക്കെ ചിലത് നല്ലതാണെന്നുള്ളതുകൊണ്ട് മല്ലിയില എപ്പോഴും കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയാവാൻ പോവാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇളക്കൊന്നും വേണ്ട.
ഒരു 15 മിനിറ്റിന് ശേഷം ഞാൻ ഇടയ്ക്ക് യോജിപ്പിച്ചപ്പോൾ ഹായ്. ഇത് ഞാൻ വെറുതെ പറയണ ഹായ് എന്നല്ല കേട്ടോ, വളരെ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും വേറൊരു കറിയായിട്ട് നമുക്ക് കാണാം. ബൈ.